ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സച്ചേട്ടന് എന്താ പറ്റിയേ? എന്തോ വലിയ ടെൻഷൻ ഉള്ളതുപോലെ. നമ്മുടെ മൂക്ക് എന്തെങ്കിലും? മോൾക്കൊരു കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. സച്ചേട്ടന്റെ മുഖം ഒന്ന് മാറിയാ എനിക്കറിയില്ലേ. മൂക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സത്യം പറ സച്ചേട്ടാ, എന്താ ഉണ്ടായേ? അത് പിന്നെ ഞാനിങ്ങോട്ട് വരുമ്പോ ഒരു ആക്സിഡന്റ് പറ്റിയ ഡെഡ് ബോഡി. ഓ, അതാണോ കാര്യം? എന്തിനതൊക്കെ നോക്കാൻ പോയേ? എനിക്കാണെങ്കിൽ അതൊക്കെ കാണുന്നെന്നെ പേടിയാ. ലക്ഷ്മി, ഇരിക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. സ്റ്റിച്ചിന്റെ പെയിൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ തോന്നും, പക്ഷേ ഡോക്ടർമാർ പറയുന്നത് വരെ ഇവിടെ കിടന്നേ പറ്റൂ. അല്ല, സച്ചേട്ടൻ ഇന്നലെ ഉറങ്ങിയില്ലേ? മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ. ആ കാര്യം ഞാനിപ്പോ ചോദിച്ചതേ ഉള്ളൂ. ഏതോ ഡെഡ് ബോഡി കണ്ട് പേടിച്ചതിന്റെ ടെൻഷനിലാ സച്ചേട്ടൻ. സച്ചേട്ടൻ വേണമെങ്കിൽ ഒന്ന് വീട്ടിൽ പോയിട്ട് വന്നോളൂ. അർച്ചനയുടെ കൂടെ ഞാൻ ഇരുന്നോളാം. ഞാൻ ഇന്ന് അർച്ചനയുടെ കൂടെ ഇരിക്കാനാ വന്നത്. ലക്ഷ്മിയുടെ ബന്ധുവിനെങ്ങനുണ്ട്? അവർക്ക് കുഴപ്പമില്ല. മിക്കവാറും ഈ ആഴ്ച ഡിസ്ചാർജ് ചെയ്യും. അവർക്ക് എന്താ അസുഖം? അത് ഹാർട്ടിന്റെ പ്രോബ്ലം. സർജറി കഴിഞ്ഞതാണോ? അല്ല, സർജറി ചെയ്യണമെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. ലക്ഷ്മിക്ക് ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി എന്ന ഹാർട്ട് കണ്ടീഷനാണ്. പക്ഷേ ലക്ഷ്മിയുടെ കാര്യത്തില് ഇനിയൊരു പ്രതീക്ഷയ്ക്കും സ്കോപ്പില്ല. സച്ചേട്ടൻ എന്താ ആലോചിക്കുന്നത്? ഞാനിവിടെ ഇരിക്കുന്നത് ഇഷ്ടമല്ലാന്നുണ്ടോ? ഏയ്, അതൊന്നുമില്ല. ലക്ഷ്മി വരുന്നത് സന്തോഷമല്ലേ? ലക്ഷ്മിക്ക് ചായ ഓർഡർ ചെയ്യട്ടെ? എനിക്കിപ്പോ ഒന്നും വേണ്ട. എന്നാ നിങ്ങളിരിക്കെ, ഞാനിപ്പോ വരാം. സാവധാനം വന്നാ മതി, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഈ സച്ചേട്ടൻ ഒരു പാവാണല്ലേ? പാവം. എന്റെ കാര്യത്തിൽ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഞാനിടയ്ക്ക് വന്നു കയറി പോയതുകൊണ്ടല്ലേ? അയ്യോ, മതി മതി. ഇനി അതിന്റെ പേരില് എന്നെ കളിയാക്കണ്ട. പിന്നെ വേറൊരു കാര്യം, എനിക്കിത്രയ്ക്ക് ഹൈ വോൾട്ടേജ് സ്നേഹമൊന്നും താങ്ങാൻ പറ്റത്തില്ല. സച്ചേട്ടനെ ദൈവം സൃഷ്ടിച്ചത് അർച്ചനയ്ക്ക് വേണ്ടി തന്നെയാ.